ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞങ്ങൾ മാസ്ക് ഒക്കെ ഇട്ടിട്ട് എൻ്റെ വീട്ടിലാണ്. അപ്പോൾ എൻ്റെ റൂമിലേക്ക് ആരും താമസമൊന്നും ഇല്ലാത്ത കാരണം പൊടി ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. അപ്പോൾ നീ മാസ്ക് ഒക്കെ ഇട്ടിട്ട് മേലേക്ക് വരുന്നത് മേലെ ആരും അധികം ഉപയോഗിക്കാത്തൊരു പ്ലേസ് ആയതുകൊണ്ട് തന്നെ ലൈറ്റ് വരെ കേട്ടോ, ലൈറ്റൊക്കെ ഇട്ടു. ഞാൻ 2-3 കാര്യങ്ങൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഞാനൊന്ന് സെറ്റാക്കട്ടെ, എന്നിട്ട് ഞാൻ വീഡിയോ എടുക്കാം. കുറച്ച് സാധനങ്ങൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. സാധനങ്ങൾ വേറെ ഒന്നല്ല, എൻ്റെ ഫേവറേറ്റ് സാധനമായിട്ടുള്ള സാരി. ഇതെൻ്റെ കുറച്ച് പുതിയ സാരികളാണ്. അപ്പോൾ എനിക്ക് ഈ വീക്കെൻഡിലൊരു ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ ബ്ലൗസൊന്നും സ്റ്റിച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ അതിന് ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് എനിക്ക് എന്തായാലും ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ അത് നിങ്ങളെയും കൂടി കാണിക്കാം എന്നോർത്തു. ഓക്കെ, അപ്പോൾ ഞാൻ സാരീസ് നിങ്ങളോട് കാണിച്ചു തരാം കേട്ടോ. എന്നിട്ട് നിങ്ങളെന്ന് കമൻറ്റ് ചെയ്യണം ഞാൻ ഏത് സാരി ഈ വീക്കെൻഡിലെ ഫംഗ്ഷൻ കൊടുക്കണം. പോവോ ഇല്ലയെന്നൊന്നും എനിക്ക് ഉറപ്പില്ല. ബിക്കോസ് ഞാൻ മലയിന്ന് മാസ്ക് ഒക്കെ ഇട്ടിട്ടാണ്. കുറച്ചൊരു സെൻസിറ്റീവ് ഡേ ആണെന്ന്. അപ്പോൾ ഞാൻ മാസ്ക് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട്? ഒരു മസ്റ്റേർഡ് യെല്ലോ ആൻഡ് ഗ്രീൻ, ഒലിവ് ഗ്രീൻ കോമ്പിനേഷനിലുള്ളൊരു അനാർക്കലി ഞാൻ ലാസ്റ്റ് ഇതിൻ്റെ ഫുൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. കുറച്ചായി ഞാനത് സെക്കൻഡ് ടൈം എങ്ങാനാണ് ഇടുന്നത്. എനിക്കിന്ന് ഒരിടം വരെ പോകാനുള്ള ഒരു അത്യാവശ്യ കാര്യത്തിന് സ്ഥലം വരെ പോകാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡ്രസ്സ് മാറ്റിയതാണ്. ഇനി മുടിയൊക്കെ കെട്ടണം. ഓക്കെ, അപ്പോൾ ഞാൻ സാരി കാണിച്ചു തരാം. ഫസ്റ്റ് സാരി വന്നിട്ട് ഒരു ഗോൾഡൻ യെല്ലോ ആൻഡ് മെറൂൺ കോമ്പിനേഷനുള്ള ഒരു സാരിയാണ്. ഇതാണ് ഫസ്റ്റ് സാരി വന്നിട്ട്. അപ്പോൾ നമ്മൾ വെഡ്ഡിങ് സാരീസിൻ്റെ സീരീസ് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെറിയൊരു ഞാൻ നല്ല ഒരു സെൻസിറ്റീവ് ഒരു കണ്ടീഷൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. കാരണം എല്ലാം അടുക്കി പറക്കി വെച്ചിരിക്കുക, അത് മുഴുവൻ എടുക്കുമ്പോഴത്തേക്ക് എനിക്ക് പൊടി തട്ടും. അപ്പോൾ അത് വലിയ ബുദ്ധിമുട്ടാവുമെന്ന് കരുതിയിട്ടാണ് ഞാനത് ചെയ്യാത്തത്. എന്തായാലും ചെയ്യും, നെക്സ്റ്റ് ഡേയ്സ് ഒക്കെ ആയിട്ട് ഞാൻ ചെയ്യും. അപ്പോൾ ഇതാട്ടോ ഫസ്റ്റ് സാരി. ഇതിപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ റൂമിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ആൾ താമസം ഇല്ലാത്ത കാരണം എവിടെയെങ്കിലും എന്തെങ്കിലും കുറച്ച് പൊടി ഉണ്ടെങ്കിൽ അത് മതി, എനിക്ക് ബുദ്ധിമുട്ടാവാൻ നോർത്തിട്ടാട്ടോ മാസ്ക് ഒക്കെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സാരി. ഇതിലേക്ക് ബ്ലൗസ് തയ്ക്കണം. ഒരു ഗോൾഡൻ കണ്ടോ, ഒരു ചെറിയൊരു പ്രിൻറ്റ് പാറ്റേൺ വരുന്നതാണ്. അതിലേക്ക് നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ഓഫ് സാരിയാണ് ഫസ്റ്റ് വൺ. അപ്പോൾ ഇതാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ താഴെ കമൻറ്റ് ചെയ്യണം. അപ്പം ഞാൻ സാരീസൊക്കെ ഫുള്ള് കാണിച്ചിട്ട് ഞാൻ പറഞ്ഞത് മറക്കണ്ട. ഞാൻ ഏത് സാരി എടുക്കണമെന്ന് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ സെക്കൻഡ് വൺ വന്നിട്ട് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് എന്താ പറയുക കളർ, ഫേവറേറ്റ് കളർ എൻ്റെ ഭയങ്കര എന്താ പറയുക, എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്. എപ്പോഴും ബ്ലാക്ക് വിയർ ചെയ്തിട്ട് എന്തെങ്കിലും പുറത്ത് പോകുമ്പോഴോ അല്ലെങ്കിൽ ബ്ലാക്ക് ഡ്രസ്സിൽ പോകുമ്പോഴോ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്. പക്ഷേ ഇതൊരു റയർ കോമ്പിനേഷൻ ഓഫ് സാരി ആട്ടോ. കണ്ടോ, അതിലത്തെ ബില്ല് പോലും എടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞുതരാം എത്ര രൂപയാണ്. വലിയ ഒരുപാട് പ്രൈസുള്ള സാരീസൊന്നും അല്ല കേട്ടോ. 1100 രൂപ കണ്ടോ, 1120 അങ്ങനെ എന്തോ ആണ് ഇതിന് സാരിയുടെ വില. നല്ല അടിപൊളി സാരി കേട്ടോ. അതങ്ങനെ എന്താ പറയുക, ഒരു തമിഴ് കോമ്പിനേഷൻ സാരിയാണ്. അതിനകത്തൊരു റാണി പിങ്ക് കോമ്പിനേഷനിലുള്ള ബോർഡർ, അതിൽ പീക്കോക്ക് വീവിങ് ആണ്. പിന്നെ അതിനകത്ത് പൈപ്പിംഗ് ബോർഡറായിട്ട് നല്ല അടിപൊളി പാരറ്റ് ഗ്രീൻ, നല്ല ഭംഗിയുണ്ടാവും. ഇതിലേക്ക് കുപ്പിയോളൊക്കെ ഇട്ട് സ്റ്റൈൽ ചെയ്താൽ. അപ്പോൾ രണ്ടാമത്തെ സാരി വന്നിട്ട് ഈ ബ്ലാക്ക് സാരി. ഇതാണ് കേട്ടോ നമ്മുടെ ബ്ലാക്ക് സാരിയുടെ ക്ലോസ് ആയിട്ടുള്ള വിഷൻ. നല്ല ഭംഗിയുള്ള പീക്കോക്ക് ഡിസൈനാണ്. അതിനകത്ത് അങ്ങനെ അധികം കണ്ട് നമുക്ക് പഴക്കമില്ലാത്ത ഒരു പീക്കോക്കല്ല സോറി പാരറ്റ് ഗ്രീൻ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ റേറ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. 1120 1120 രൂപ. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള നമുക്കൊരു പാർട്ടി, കല്യാണം, അങ്ങനത്തെ ഫംഗ്ഷനൊക്കെ ഇട്ട് പോകാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു സാരിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ കോമ്പിനേഷൻ. മിക്കവാറും ഞാനിത് എടുക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴത്തെ ചൂടിൽ എന്താ അവസ്ഥ എന്ന് പറയാൻ പറ്റില്ല. മൂന്നാമത്തെ സാരി വന്നിട്ട് ഇതിൻ്റെ കളർ എന്താ പറയാന്ന് എനിക്കറിയില്ല. പീക്കോക്ക് ഷെയ്ഡാണോ എന്ന് ചോദിച്ചാൽ ഒരു പീക്കോക്ക് ഷെയ്ഡാണ്. ഒരു ഗ്രീൻ ഷെയ്ഡാണോ എന്ന് ചോദിച്ചാൽ അതും ഒരു ഗ്രീൻ ഷെയ്ഡാണ്. അതിലേക്ക് കോമ്പിനേഷൻ വന്നിട്ടുള്ളത് നല്ല പിങ്ക് ഷെയ്ഡാട്ടോ. പിങ്ക് അല്ല, ഒരു റാണി പിങ്ക് ഷെയ്ഡ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യാനുള്ളത് കല്യാണത്തിന് കിട്ടിയതും അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് വിശാഖ എടുത്ത് തന്നതും അങ്ങനത്തെ കുറച്ച് സാരീസാണ്. അപ്പോൾ ഈ സാരീസിൻ്റെ ഒക്കെ ഒരു കോമൺ കോമ്പിനേഷൻ വന്നിട്ടുള്ളത്
ഈ ഒരു മജന്ത അല്ലെങ്കിൽ റാണി പിങ്ക് കോമ്പിനേഷൻ. അതെങ്ങനെയാണ് വന്നതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഞാനങ്ങനെ സെയിം കളർ സാരിയിലേക്ക് അധികം കോൺസെൻട്രേറ്റ് ചെയ്യാത്ത ഒരാളായിരുന്നു. പക്ഷെ എന്തോ ഇപ്പോഴത്തെ സാരീസിലൊക്കെ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ക്ലോസ് വീഡിയോ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോഴേ അതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവുള്ളൂ. ഈ വീഡിയോയിൽ കാണുന്ന കളറല്ല കേട്ടോ. ഈ വീഡിയോയിൽ ഒരു സ്കൈ ബ്ലൂ കോമ്പിനേഷൻ പോലെ കാണുന്നത്. അങ്ങനെയല്ല, നല്ല പീക്കോ ഗ്രീൻ ഒരു അങ്ങനത്തെ ഒരു കളറാണ്. നല്ല ഭംഗിയുള്ളൊരു പീക്കോ കളറാണ്. അതിലേക്ക് ഇതേ ഈ ഒരു പിങ്ക് ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞത് നമ്മൾ ജയലക്ഷ്മിന്ന് എടുത്തണ 1990 രൂപ, 2000 റേഞ്ചിൽ വരുന്നൊരു സാരിയാണ്. പക്ഷേ ആ റേറ്റ് കൊടുത്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഹാർഡി സെയിലോ അങ്ങനെ എന്തോ ആയിരുന്നു, എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ബ്ലാക്ക് സാരി എന്തായാലും വളരെ റേറ്റ് കുറവാട്ടോ. നെക്സ്റ്റ് വൺ എൻ്റെ ഫേവറേറ്റ് സാരി. ഇത്രയും സാരികളിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാരി ഇതാ കേട്ടോ. കണ്ടോ, ഇതാണ് സാരി. അഗെയിൻ ആ ഒരു പീക്കോക്ക് ഷെയ്ഡിൻ്റെ വേറൊരു ഡാർക്ക് ഷെയ്ഡ് വന്നിട്ടുള്ളൊരു സാരിയാണ്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ബ്ലേമല്ലോ, ബ്ലാക്ക് ആയിരിക്കും മിക്കവാറും ഞാൻ ഉടുക്കുക എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ ചാൻസ് ഉള്ളൊരു സാരിയാണ് ഇത്. എന്തൊരു ഭംഗിയാണെന്ന് പറയുന്ന സാരി കാണാൻ. ഇത് ഉടുത്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. അതുമാത്രം ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു സാരി. നമ്മൾ ഇങ്ങനെ പിടിച്ചാൽ ഇങ്ങനെ നിൽക്കും, ഇങ്ങനെ തുറന്നാൽ അങ്ങനെ നിൽക്കും എന്ന് പറഞ്ഞതുപോലെ അത്രയും ഭംഗിയുള്ള സാരിയാണ്. ഇതും കോഴിക്കോട് ജയലക്ഷ്മി നിർത്തുള്ളൊരു സാരിയാണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ്, ഇത് അത്യാവശ്യം പ്രൈസ് ഉണ്ട് കേട്ടോ. ഒരു 2000 റേഞ്ച് വരുന്നുണ്ട് ഈ സാരി. ഈ ബ്ലാക്ക്, ഈ പീക്കോക്ക്, ഇത് മൂന്ന് മാത്രമാണ് മേടിച്ചത്. മൂന്ന് സമയത്ത് മേടിച്ച സാരിയാണ് കല്യാണം കഴിഞ്ഞതിന് ശേഷം. ബാക്കിയെല്ലാം എനിക്ക് കല്യാണത്തിന് ഗിഫ്റ്റ് കിട്ടിയ സാരീസാണോ. പക്ഷെ നല്ല ഭംഗി, ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ട് എടുത്ത സാരിയാണ്. മിക്കവാറും ഞാൻ ഇതോ ബ്ലാക്കോ ഇതിലേതെങ്കിലും ഒന്നാ കൊടുക്കുക. പക്ഷെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതിലേതെങ്കിലും ഒരു സാരി കൊടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് സാരി. ഇതിൻ്റെയും ക്ലോസ് വീഡിയോ ഞാൻ കാണിക്കാം. ഇതാണ് കേട്ടോ നമ്മുടെ ഞാൻ പറഞ്ഞ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പീക്കോക്ക് ബുട്ടാസൊക്കെ വരുന്ന ഒരു സാരി. സോറി, പീക്കോക്ക് ബുട്ടാസ് അല്ല, മാംഗോ ബുട്ടാസ്. ഇങ്ങനത്തെ സാരി വളരെ റയറായിട്ടൊക്കെ കാണുന്നു. പണ്ടൊക്കെ ഒരു കല്യാണ സാരിയുടെ ഒരു ലുക്കുള്ള ഒരു സാരി കേട്ടോ. എനിക്കെന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ കോമ്പിനേഷൻ വീണ്ടും വന്നിട്ട് ഒരു മജന്ത റാണി പിങ്ക് ഷെയ്ഡാണ്. അതാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ എല്ലാ സാരീസും ഇനി സ്റ്റിച്ച് ചെയ്യാനുള്ള എല്ലാ സാരീസിലും ആ ഒരു പിങ്ക് ഷെയ്ഡ് വന്നിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതാണ് 4th സാരി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് താഴെ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ 5ാമത്തെ സാരി വന്നിട്ട്. ഇതൊരു എന്താ പറയുക, ഒരു ലാവൻഡർ ഷെയ്ഡിൽ വന്നിട്ട് ഒരു ക്രിസ്ത്യൻ വെഡ്ഡിങ്സിനൊക്കെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് സാരിയാണ്. ഞാൻ അങ്ങനെ ഒന്നുമില്ല, ഞാൻ എല്ലാ സ്ഥലത്തേക്കും എനിക്ക് ഞാൻ ഒക്കേഷണലി കൊടുക്കുന്ന പരിപാടിയൊന്നുമില്ല. എനിക്ക് ഇഷ്ടമുള്ള സാരി ഞാൻ ഇഷ്ടമുള്ളപ്പോൾ കൊടുക്കും. അങ്ങനെയാണ് എന്ന് കരുതി ഒരു മരണമായിട്ട് പോകുമ്പോൾ പട്ടുസാരി ഉടുത്ത് പോകും എന്നല്ല കേട്ടോ പറഞ്ഞത്. എനിക്ക് സാരീസ് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് സാഹചര്യത്തിനനുസരിച്ചിട്ടാണല്ലോ നമ്മുടെ കംഫർട്ട് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ഉടുക്കുന്ന ഒരാളാണ്. പക്ഷേ ഒരു ക്രിസ്ത്യൻ വെഡ്ഡിങ്ങിനൊക്കെ പോകുമ്പോൾ നമുക്ക് ഉടുക്കാൻ പ്രയോറിറ്റി കൊടുക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് സാരിയാണ്. ഇതൊരു സിൽവർ ജരി ബേസ് വരുന്നൊരു സാരിയാണ്. പക്ഷേ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഒരു 1000-1200 രൂപ ഈ സാരിയുടെ റേഞ്ചുള്ളൂ. ഇതെനിക്ക് വിശാഖ മേടിച്ചു തന്ന സാരിയാണ്. അതാണ് പറഞ്ഞത്. മറ്റതൊക്കെ 3 ഞാൻ എൻ്റെ കാശ് കൊടുത്ത് മേടിച്ചതാണ്. പക്ഷേ ബാക്കിയുള്ളതൊക്കെ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ സാരീസാണ്. അപ്പോൾ ഇത് കല്യാണം കഴിച്ചിട്ട് ഫസ്റ്റ് വിശാഖ ഗിഫ്റ്റായിട്ട് മേടിച്ചൊരു സാരി കേട്ടോ. നല്ല അടിപൊളി സാരിയാണ്. അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടു എന്ന് താഴെ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഇതാണ് 5th സാരി. ഇതൊരു സിൽവർ ടിഷ്യൂവിൽ വരുന്നൊരു സാരി. പക്ഷെ ഇത് വളരെ നോർമൽ സാരി കേട്ടോ. ഒരു പട്ടുസാരി ലുക്കിലുള്ള ഒരു സാരിയാണ്. എനിക്ക് തോന്നുന്നു 2000 ഒന്നുമില്ല, ഒരു 1200 അങ്ങനെ എന്തോ റേഞ്ചുള്ളൂ. പക്ഷെ ഒരു ലാവൻഡർ ഷെയ്ഡാണ്. ഇതിനകത്തൊരു പക്ക സിൽവറായിട്ടാണ് കാണുന്നത്. ഒരു ലാവൻഡർ ഷെയ്ഡിൽ വരുന്ന കണ്ടോ, പൈപ്പിംഗ് ബോർഡർ ഒരു പർപ്പിളാണ്. അപ്പോൾ ഈ ഒരു ബ്രോൺസിലെ ഇതേപോലെ തന്നെയാണ് ബോഡി നേരം. പക്ഷെ നല്ല ഭംഗിയുള്ള സാരി, ഇവിടുത്തെ നല്ല ഭംഗിയുണ്ടാവും. പക്ഷെ അയൺ പ്ലേറ്റിംഗ് മസ്റ്റ് ആയിരിക്കും, കാരണം പൊന്തി നിൽക്കാൻ ചാൻസ് ഉള്ള ഒരു ടൈപ്പ് ഓഫ് സാരിയാണ്. നെക്സ്റ്റ് വന്നിട്ട് ഒരു നോർമൽ കോട്ടൺ സാരിയാണ്. ഇത് എനിക്ക് കല്യാണത്തിന് മുന്നേ ഗിഫ്റ്റ് കിട്ടിയതാണ്. കല്യാണത്തിനോടനുബന്ധിച്ച് തന്നെയാണ് ഗിഫ്റ്റ് കിട്ടിയത്. നല്ല ബോർഡർലെസ് ആയിട്ടുള്ളൊരു സാരി കേട്ടോ. പിന്നെ നല്ല കോട്ടനാണ്. ഇതും ഈ പറഞ്ഞതുപോലെ 1000 ബിലോ റേഞ്ചിൽ വരുന്നൊരു സാരിയാണെന്നാണ് കാരണം എനിക്ക് അറിയുന്ന ഒരാളെ എടുത്തു തരുന്നത്. ബാവാക്ക എൻ്റെ കല്യാണ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ, എന്നെ കാറിൽ നിന്നൊക്കെ ഇറക്കാൻ വരുന്ന അച്ഛൻ്റെ ഫ്രണ്ട് ബാവാക്ക എടുത്തുന്ന സാരിയാണ്. നല്ല ഭംഗിയുള്ള അടിപൊളിയായിട്ടുള്ള സാരി കേട്ടോ. ഇതും ഇനി ഒക്കെ സ്റ്റിച്ച് ചെയ്യാനുണ്ട്. ഇത്രയും സാരികൾ നമുക്ക് ഇനിയും സ്റ്റിച്ച് ചെയ്യണം. ഞാൻ ഇതിൻ്റെയും ക്ലോസ് വീഡിയോ കാണിക്കും. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഒരു ചെമ്പരത്തി പോലത്തെ ഒരു പൂവാണ് ഇതിനകത്ത് പ്രിൻറ്റ് വന്നിട്ടുള്ളത്. അത് ഭയങ്കര വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടോ. കാരണം ഇങ്ങനെ സാരികളൊന്നും ചെമ്പരത്തി ഒന്നും കാണില്ലല്ലോ. അതൊന്നും എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ഇതിനകത്തൊരു എന്താ പറയുക,
ഒരു സിൽവർ സാരി അല്ല, ഒരു ബ്രോൺസ് പോലത്തെ ഒരു സാരിയാണ് ഇതിനകത്ത് മുന്താണിയൊക്കെ വരുന്നത്. ഇതിന് ഞാൻ ആ ഫ്ലവറിൻ്റെ വീഡിയോ ഞാൻ ക്ലോസ് ആയിട്ട് കാണിക്കാം കേട്ടോ. ഉണ്ടാവും, ഞാൻ പറഞ്ഞില്ലേ ഒരു ചെമ്പരത്തി പോലത്തെ ഒരു പൂവാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ ടാസൽസ് ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നല്ല ഭംഗിയുള്ള ഒരു സാരി, ഒതുങ്ങി നിൽക്കും, നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഉള്ള ഒരു സാരിയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മുന്താണി വന്നിട്ട് നല്ല ഡാർക്ക് ഗ്രീൻ ആട്ടോ. നല്ല ഡാർക്ക് ഗ്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ടിൽ ഗ്രീൻ എന്ന് പറയാൻ പറ്റില്ല, ഭയങ്കര ഡാർക്കായിട്ടുള്ള ഒരു കരിമ്പച്ച എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു സാരി ആട്ടോ ഇത്. ഇതാണ് നമ്മുടെ 6ാമത്തെ സാരി. ഇതാണ് നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് സാരി. ഇതിൻ്റെ ബ്ലൗസ് പീസ് ഞാൻ വെട്ടി വെച്ചിട്ടുണ്ട്, അതാണ് ഇതിന്ന് വീണ് പോകുന്നത്. അപ്പോൾ ഇതൊരു അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. കാരണം ഇതെനിക്ക് കല്യാണത്തിന് ഗിഫ്റ്റ് കിട്ടിയ സാരി, ഒരു സെമി ബ്രൈഡൽ സാരിയൊക്കെയാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിലൊക്കെ ബ്രൈഡൽ സാരി നോക്കുന്ന ആളുകൾക്ക് പറ്റിയൊരു ഓപ്ഷനാണ് എന്ന് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. അത് ഓപ്പൺ ചെയ്ത് കാണിച്ചില്ല, കാരണം നല്ല ഭംഗിയുള്ളൊരു സാരിയാണ്. ഓക്കെ, എനിക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോൾ ഉടുക്കാം എന്നുള്ളൊരു പ്ലാനിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യിക്കാറുള്ളത്. കാരണം എനിക്ക് എന്തെങ്കിലും ചെറിയൊരു ഹാൻഡ് വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടായിരിക്കുമല്ലോ നമ്മുടെ ആ സാരി. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ, മെയിൻ ഫംഗ്ഷനൊക്കെ വരുമ്പോൾ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സ്റ്റിച്ച് ഒന്നും ചെയ്യിക്കാതെ വരുന്നത്. ബിക്കോസ് നമുക്ക് ഇങ്ങനത്തെ സാരീസേ നമ്മൾ ഹാൻഡ് വർക്കൊക്കെ ചെയ്യും കേട്ടോ. ഞാനാവുമ്പോൾ എനിക്കങ്ങനെ ഹാൻഡ് വർക്കൊക്കെ ചെയ്തിട്ട് ചുറ്റാൻ ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ എടുക്കുന്നത്. ഇതിൻ്റെ ക്ലോസ് വീഡിയോ ഞാൻ കാണിക്കാം. അപ്പോൾ ഇതെനിക്ക് കല്യാണത്തിന് ഗിഫ്റ്റ് കിട്ടിയ സാരിയാണ്. എന്തായാലും അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടാവും. ഇതിനകത്ത് ബില്ലൊന്നും മറ്റു കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതൊരു സെമി ബ്രൈഡൽ സാരി പോലെ ഉപയോഗിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക്, പിന്നെ അതുപോലെ എൻഗേജ്മെൻറ്റിന് ലെഹങ്കാസ് സ്റ്റിച്ച് ചെയ്യും. നമ്മുടെ ബൊട്ടീക്കിൽ തന്നെ ഇങ്ങനത്തെ സാരികൾ കൊണ്ടുവന്നിട്ട് ലെഹങ്കാസ് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഓപ്ഷന് പറ്റിയൊരു സാരിയാണ്. അതുപോലെ തന്നെ ഒരു ബിലോ 10,000 റുപ്പീസിലൊക്കെ നമ്മൾ ബ്രൈഡൽ സാരിയൊക്കെ നോക്കുന്ന ആളുകൾക്കും പറ്റി നല്ല അടിപൊളി ഓപ്ഷനാണ്. അത്യാവശ്യം നല്ല ഫെയർ ടോണിലുള്ളവർക്ക് നല്ല ഭംഗിയായിരിക്കും. അത് എന്നെ പോലത്തെ ഒരു മീഡിയം സ്കിൻ ടോണുള്ള ആളുകൾക്ക് മേ ബി ഇതൊന്ന് ഫെയ്ഡ് ഔട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഭംഗിയുണ്ടാവും, നല്ല ഭംഗി. നമ്മൾ ഒരുങ്ങി കഴിയുമ്പോൾ നമ്മൾ എന്തായാലും നോർമൽ സ്കിൻ ടോണിലാവില്ലല്ലോ, ഒന്നും കൂടി ബ്രൈറ്റ് ആവില്ലേ. അപ്പോൾ അതുകൊണ്ട് നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഞാൻ എന്തായാലും ഈ സാരി ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യില്ല, കാരണം എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോൾ. ഇനിയിപ്പോൾ നമ്മുടെ അതുല്യയുടെ കല്യാണം വരുന്നുണ്ട്, നീനുവിൻ്റെ കല്യാണം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഏതെങ്കിലും ഫംഗ്ഷന് ഞാൻ ഉടുക്കും എന്നുള്ളൊരു പ്ലാനിലാണിത്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ വെഡിങ് സാരി എനിക്കൊന്ന് വീണ്ടും ഉടുക്കണം. അപ്പോൾ ഒരു സാരി ഞാൻ അതുല്യയുടെ കല്യാണത്തിന് ഉടുക്കും, ഒരു കല്യാണത്തിന് ഞാൻ എൻ്റെ വെഡിങ് സാരി ഉടുക്കും. അങ്ങനെയാണ് പ്ലാൻ. ഇനി എന്താണ് നമ്മൾ പ്ലാൻ ചെയ്ത പോലെ നല്ലല്ലോ മിക്കവാറും നടക്കുക. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ പ്ലാനിങ് ഒന്നുമില്ല, അങ്ങനെ ഒന്ന് വിചാരിച്ചിട്ട് ഞാൻ മാറ്റി വയ്ക്കുന്നു എന്ന് മാത്രം. അപ്പോൾ ഇതിൻ്റെ ക്ലോസ് വീഡിയോ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഭയങ്കര ഭംഗിയുള്ളൊരു ടിഷ്യൂ സാരി കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. എനിക്ക് തോന്നുന്നു ദിയാകൃഷ്ണയുടെ കല്യാണത്തിന് അഹാനാകൃഷ്ണ ഉടുത്ത മാരത്തൊരു അതൊരു പീച്ചാണ്. ഇതൊരു കുറച്ചും കൂടി ഡാർക്ക് ഷെയ്ഡാണെന്ന് മാത്രം. പക്ഷെ നല്ല രസമല്ലേ കാണാൻ, നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ്. അപ്പം ഞാൻ നിവർത്തി കാണിക്കുന്നില്ല, കാരണം നിവർത്തി നമുക്ക് അതുപോലെ ചിലപ്പോൾ മടക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ഫോൾഡ് ചെയ്ത് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ലോങ് ഷോട്ടിലൊക്കെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ അഹാനയുടെ ആ ഒരു സാരിയുടെ ഒരു ടച്ച് വരുന്നത്. നമുക്കപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കാം. ഇത് ഉടുക്കാനുള്ളൊരു അവസരം കിട്ടുകയാണെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ ഈ സാരിയുടെ ബ്ലൗസൊക്കെ ഹാൻഡ് വർക്ക് ചെയ്തിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാം കേട്ടോ. നമുക്കങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ഈ സാരി എടുക്കാൻ പറ്റുമെന്നും അറിയില്ല. ഹാനകൃഷ്ണയുടെ പോലത്തെ ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്ത് നമുക്ക് അങ്ങനെ ഒരു വീഡിയോ നമുക്ക് ചെയ്യാം. അസുഖങ്ങളൊന്നും ഇല്ലാതെ അതുല്യയുടെ കല്യാണം മെയിലാണ്. അപ്പോൾ ആ സമയത്ത് പോകാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ഇത് അങ്ങനെ ഉടുത്ത് നമുക്ക് സ്റ്റൈൽ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത സാരി എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ സാരിയാണ്. ഇത് സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ കല്യാണ സമയത്ത് ഈ ടൈപ്പ് സാരി എടുക്കണം എന്നാണ് വിചാരിച്ചത്. ഇതിലേക്ക് വൈറ്റ്, അതായത് ക്രീം ടിഷ്യൂ ബോഡിയിൽ അല്ലെങ്കിൽ ഒരു ഓഫ് വൈറ്റ് ടിഷ്യൂ ബോഡിയിൽ ഏതെങ്കിലും നല്ല ഭംഗിയുള്ളൊരു കളർ ബോർഡർ ആക്കി എടുക്കണം എന്നൊക്കെയായിരുന്നു ഫസ്റ്റ് ഞാൻ വിചാരിച്ചത്. പിന്നെയാണ് ഞാൻ ഒരു കളർ കോമ്പിനേഷനൊക്കെ കണ്ടു വെച്ച് ഞാൻ കല്യാണ സാരി ഡീറ്റെയിൽസ് ഞാൻ വേറെ തന്നെ പറയാം. നമ്മൾ അങ്ങനത്തെ ഒരു സാരിയൊക്കെ സെലക്ട് ചെയ്ത് ഈ പ്ലാൻ തന്നെ മാറ്റിയത്. പക്ഷേ എൻ്റെ കല്യാണത്തിന് എനിക്ക് എന്തായാലും ഞാൻ വേണം എന്ന് ആഗ്രഹിച്ചൊരു ടൈപ്പ് ഓഫ് സാരി എനിക്ക് ഗിഫ്റ്റ് കിട്ടി. അല്ലെങ്കിൽ ഭയങ്കര സന്തോഷം, അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നത്. എന്തൊരു ഭംഗിയെന്ന് പറയുന്ന സാരി, ഒരു ക്ലാസ് ഒരു ലുക്കുള്ളൊരു സാരി കേട്ടോ. കാണിച്ചതാണ് ഇത്. അതിനകത്ത് അത്ര ഇതിൻ്റെ കളറങ്ങ് എടുത്ത് കാണുന്നില്ല, പക്ഷേ ഇതിവിടെയൊക്കെ നിറയെ ഫ്ലോറൽ വീവിങ് ആണേ. ഇതും അത്യാവശ്യം നന്നായിട്ട് അതിനകത്ത് ബില്ലൊക്കെ ഉണ്ടോ ഇല്ല, സോറി ബില്ലില്ല, അവരുടെ എന്തോ പ്രിൻ്റാണ്. അപ്പോൾ ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ.
എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് രസമല്ല, ഭയങ്കര കണ്ടോ, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് ഈ സാരി. നമുക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്യും, അപ്പോൾ ഉടുത്ത് കഴിഞ്ഞാൽ എന്തായാലും നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഇതും ഞാൻ പറഞ്ഞതുപോലെ ഇപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്യിപ്പിക്കുന്നില്ല. കാരണം ഞാൻ പറഞ്ഞു, എനിക്ക് 2-3 ഇപ്പം നീനുവിൻ്റെ കല്യാണം, അതുലിയുടെ കല്യാണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും കുറച്ചും കൂടി നമ്മുടെ ക്ലോസ് റിലേറ്റീവ്സിന് എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ കൊടുക്കാം എന്നുള്ള പ്ലാനിലാണ്. അതല്ല, അതിന് മുന്നേ എന്തെങ്കിലും ഫംഗ്ഷൻ വരികയാണെങ്കിൽ നമ്മൾ കൊടുക്കും. അങ്ങനെയല്ല, നമ്മൾ ഒരു ഹോപ്പാണല്ലോ നമുക്ക് പലതും. അപ്പോൾ എന്തായാലും ഇതും ഞാൻ എന്തായാലും കാണിച്ചു തരാം കേട്ടോ. കേട്ടോ, ഇതാണ് സാരി. എന്ത് രസമല്ലേ, നല്ല അടിപൊളിയായിട്ടുള്ള പർപ്പിൾ കോമ്പിനേഷനാണ്. എനിക്ക് അങ്ങനെ പർപ്പിൾ കളറിൽ സാരി ഇല്ല. പക്ഷേ വീണ്ടും നമ്മുടെ സാരീസിൻ്റെ കളക്ഷൻ നോക്കുമ്പോൾ അതിലേക്ക് ഇതേ ആ റാണി പിങ്ക്, ഇതിൻ്റെ കുറച്ചും കൂടി ഡാർക്കാണല്ലോ ഇപ്പോൾ പർപ്പിൾ എന്ന് പറയുന്നത്. ആ ഷെയ്ഡിലാണ് വന്നത്. ഇതിൻ്റെ ബ്ലൗസ് പീസ് ഒക്കെയാണോ ഇങ്ങനെ തന്നെ ഒരു ഷെയ്ഡാണ്. അതാ ഞാൻ പറഞ്ഞത്, എല്ലാം ഏകദേശം ഒരു ഷെയ്ഡ് വന്നിട്ട് ഒരു പിങ്ക്, റാണി പിങ്ക് മജന്ത ഷെയ്ഡിലാണ് ഇത്തവണത്തെ സാരീസ് മൊത്തം. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സാരി. പക്ഷെ നല്ല രസമുള്ള സാരി. അതിൻ്റെ ക്ലോസ് വീഡിയോ കണ്ടാൽ കാണിച്ചാലും നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും അത് കാണിക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ അത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ബ്ലൗസ് പീസ് വന്നിട്ട് നല്ല ഭംഗിയില്ലേ കാണാൻ. നല്ല ടിഷ്യൂ ആയിട്ടുള്ള ബ്ലൗസ് പീസാണ്. നല്ല രസമുണ്ട് കാണാൻ, ഭയങ്കര സോഫ്റ്റാണ്. അതാണ് ഈ ഒരു ഞങ്ങൾക്ക് അധികം ചുളിക്കുന്നില്ല. ഈ ടിഷ്യൂ ചുളിച്ച് കഴിഞ്ഞാൽ പിന്നെ നിവർത്താൻ വലിയ പട, ഇസ്തിരിട്ടാലൊക്കെ ഭയങ്കര പടയുണ്ടാവും. അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് ഭയങ്കരമാണേ. അപ്പോൾ ഇതാണ് നമ്മുടെ സാരി. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ആ ഫ്ലോറൽ കണ്ടോ, ആ ഒരു ഫ്ലോറൽ വീവിങ് വരുന്ന നല്ല ഭംഗിയുണ്ട്. എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടാവും ഈ സാരിക്ക്. ഗിഫ്റ്റ് തന്നത് ആരാണെങ്കിലും താങ്ക് യു സോ മച്ച്. എനിക്കറിയില്ല അപ്പോൾ എന്തായാലും അതിനകത്ത് ഈ 2 സാരി തന്ന ആളുകളും അതിൻ്റെ മേലെ ബോക്സ് പേരൊന്നും എഴുതിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കുറേ നമ്മുടെ തരാൻ ഒരു ഏകദേശം ഒരു ചാൻസ് ഉള്ള ആളുകളൊക്കെ ഞാൻ വിളിച്ചപ്പോൾ അവർ ആരുമല്ല, അവരൊക്കെ തന്ന വേറെ സാധനങ്ങളായിരുന്നു. മേ ബി അച്ഛൻ്റെ ഫ്രണ്ട്സോ അമ്മയുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ അപ്പൂൻ്റെ ഫ്രണ്ട്സോ ആരെങ്കിലും ആയിരിക്കും. ഞാൻ അന്വേഷിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ ആൾക്കാരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബോർഡർ വന്നിട്ട്. എന്ത് രസമല്ലേ കാണാൻ കളറ്. അതിൻ്റെ ഉള്ളിൽ ടാസൽസൊക്കെ അവർ കെട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാട്ടോ സാരി. ഇതിൻ്റെ കൂടെ ബ്ലൗസ് ഇങ്ങനെ തന്നെയാണ് എനിക്ക് കിട്ടിയത്. നല്ല സെപ്പറേറ്റും നല്ലതായിരുന്നു. അതേപോലെ തന്നെയാണ് അതും. ആ ഒരു പിങ്ക് ഷെയ്ഡും വന്നിട്ട് ഉള്ളിൽ ബ്ലൗസ് പീസ് ആയിരുന്നു. മേ ബി ഇതിൻ്റെ ടാസൽസ് കെട്ടിക്കാൻ വേണ്ടിയിട്ട് അവർ ബ്ലൗസ് പീസ് കട്ട് ചെയ്താവും എന്നാട്ടോ എനിക്ക് തോന്നുന്നത്. പക്ഷെ എന്തൊരു ഭംഗിയാലേ കാണാൻ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഇത് ഉടുക്കാൻ നല്ല കൊതിയാവുന്നുണ്ട്. എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരട്ടെ, നമ്മൾ എന്തായാലും ഉടുക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ സാരി. കണ്ടോ, ഇതിൻ്റെ ഒരു തിളക്കം ജിൽ. ഇത് ഞാനൊന്ന് കൊടുത്തിട്ട് അടിപൊളിയാവും എന്ന് വിചാരിക്കണം. എന്തായാലും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എന്തായാലും ഞാനും ഒരു ദിവസം ഇത് ഉടുക്കും. എത്രയും പെട്ടെന്ന് തന്നെ ഇത് ഉടുക്കാനുള്ള അവസരം കിട്ടട്ടെ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ സാരി. അപ്പോൾ ഞാൻ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ട് അപ്പോൾ ഈ ലാസ്റ്റ് വീക്കിൽ. അപ്പോൾ നിങ്ങൾക്കിതിൽ ഏത് സാരി ഇഷ്ടപ്പെട്ടത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ നിങ്ങൾ ഉടുക്കാൻ പറയുന്ന സാരി ആയിരിക്കും ഞാൻ ഉടുക്കുക. അതല്ല നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ മേ ബി ഞാൻ എന്തെങ്കിലും ബ്ലാക്കോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ആ ഒരു പീകോക്ക് ഷെയ്ഡോ ഞാൻ എടുക്കും. എന്നാലും നിങ്ങളൊന്ന് പറയും. അപ്പോൾ ഞാനത് മാക്സിമം അതിൻ്റെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തിട്ട് ഞാനത് ഇടാൻ ചുറ്റാൻ ശ്രമിക്കാം. അപ്പോൾ എന്തായാലും വീഡിയോ ഞാനവിടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ.